നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ടി20 ലോകകപ്പിൽ ഇന്ത്യ വിശ്വവിജയികളായി മാറുമ്പോൾ ലോകം മുഴുവൻ ആ നീലപ്പടയെ വാഴ്ത്തുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ വോൺ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സെമിഫൈനലിനു മുൻപേ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് വോണിന്റെ വാദം. ദക്ഷിണാഫ്രിക്ക കാണിച്ചത് വലിയൊരു മണ്ടത്തരമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്തായിരുന്നു വോൺ ഉദ്ദേശിച്ചത്? എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ പുറത്താക്കാൻ അവർക്ക് കഴിയുമായിരുന്നത്? നമുക്ക് ഈ വീഡിയോയിലൂടെ ആ വിവാദ പ്രസ്താവനയുടെ അണിയറ രഹസ്യങ്ങൾ പരിശോധിക്കാം. മൈക്കിൾ വോൺ പറയുന്നതിതാണ്: സൂപ്പർ 8 ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനോട് മനഃപൂർവ്വം തോറ്റുകൊടുക്കണമായിരുന്നു. നിങ്ങൾ കേൾക്കുന്നത് ശരിയാണ്. ഒരു രാജ്യാന്തര ടൂർണമെന്റിൽ ഒരു ടീം തോറ്റുകൊടുക്കണമെന്ന് മുൻ ക്യാപ്റ്റൻ പരസ്യമായി പറയുകയാണ്. വോണിന്റെ കണക്കുകൂട്ടലുകൾ ഇപ്രകാരമാണ്: സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയതോടെയാണ് വെസ്റ്റ് ഇൻഡീസ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. എന്നാൽ അവിടെ ദക്ഷിണാഫ്രിക്ക തോറ്റിരുന്നെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് സെമിഫൈനലിൽ പ്രവേശിക്കുമായിരുന്നു. അത് ഇന്ത്യയുടെ സെമിഫൈനൽ സാധ്യതകളെ സങ്കീർണമാക്കുകയും ഒരുപക്ഷെ ഇന്ത്യ പുറത്താവുകയും ചെയ്യുമായിരുന്നു എന്നാണ് വോൺ വിശ്വസിക്കുന്നത്. ഇന്ത്യയെപ്പോലൊരു കരുത്തരായ ടീമിനെ കിരീടത്തിലേക്കെത്തിക്കാൻ ദക്ഷിണാഫ്രിക്ക തന്നെ അവസരമൊരുക്കിയെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ നടപടിയെ മണ്ടത്തരമെന്നാണ് വോൺ വിശേഷിപ്പിച്ചത്. ഇന്ത്യ സെമിഫൈനലിലും ഫൈനലിലും എത്തുമ്പോൾ അവർ എത്രത്തോളം അപകടകാരികളാകുമെന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ കിരീടത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ ഇന്ത്യയെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റിരുന്നെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായേനെ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയെപ്പോലൊരു ടീം പ്ലേ ഓഫ് ഘട്ടത്തിലെത്തിയാൽ പിന്നെ അവരെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് വോൺ പരോക്ഷമായി സമ്മതിക്കുകയാണ്. എന്നാൽ ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ മാന്യത കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടി കളിച്ചത് വോണിന് ദഹിച്ചിട്ടില്ല. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മാറിയ ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ കരുത്ത് ലോകം കണ്ടതാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ സഞ്ജു അടിച്ച 89 റൺസ് ഇന്ത്യയുടെ കിരീടവിജയത്തിൽ നിർണായകമായിരുന്നു. ഇന്ത്യയെ ഇത്രയും ഭയപ്പെടുന്നതുകൊണ്ടാണോ വോൺ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഇന്ത്യൻ ആരാധകരുടെ ചോദ്യം. കളിക്കളത്തിൽ ജയിച്ചു മുന്നേറുക എന്ന കായിക മര്യാദയ്ക്ക് പകരം കള്ളക്കളികളിലൂടെ ഇന്ത്യയെ പുറത്താക്കാൻ ശ്രമിക്കണമായിരുന്നു എന്ന് പറയുന്നത് ഒരു മുൻ താരത്തിന് ചേരുന്നതല്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. സഞ്ജുവും സംഘവും അർഹിച്ച വിജയമാണ് നേടിയത് എന്ന് വോണിന്റെ ഈ വാക്കുകൾ തന്നെ തെളിയിക്കുന്നു. മൈക്കിൾ വോണിന്റെ ഈ പ്രസ്താവന വന്നതോടെ ഇന്ത്യൻ ആരാധകർ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ജയിച്ചപ്പോൾ വോണിന് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കൂടുതൽ പേരും കമന്റ് ചെയ്യുന്നത്. തോറ്റുകൊടുത്തുകൊണ്ട് കിരീടം നേടുന്നതിനേക്കാൾ അന്തസ്സ് പൊരുതി തോൽക്കുന്നതാണെന്ന് ദക്ഷിണാഫ്രിക്ക തെളിയിച്ചു. വോൺ എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിനെതിരെ വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിൽ മുൻപന്തിയിലുള്ള ആളാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം അതിരുവിട്ടുവെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. കളിക്കളത്തിലെ വീര്യത്തേക്കാൾ കുതന്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വോണിന്റെ ശൈലിക്ക് സോഷ്യൽ മീഡിയയിൽ കനത്ത മറുപടിയാണ് ലഭിക്കുന്നത്. സുഹൃത്തുക്കളെ, മൈക്കിൾ വോണിന്റെ ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ദക്ഷിണാഫ്രിക്ക മനഃപൂർവ്വം തോറ്റുകൊടുത്ത് ഇന്ത്യയെ പുറത്താക്കണമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ കളിക്കളത്തിലെ മാന്യത ഉയർത്തിപ്പിടിച്ച ദക്ഷിണാഫ്രിക്കയുടെ നിലപാടാണോ ശരി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജു സാംസണിന്റെയും ടീം ഇന്ത്യയുടെയും ഈ ഐതിഹാസിക വിജയത്തിൽ അഭിമാനിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ചൂടേറിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.